ഓഡിറ്റിംഗ് എന്നുള്ള പോർഷനിൽ ജോയിൻ്റ് ഓഡിറ്റ് എന്നുള്ള ഭാഗമാണ് പറയുന്നത്. ജോയിൻ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ്റെ ഓഡിറ്റിംഗ് നടത്തുകയാണ്. അത് ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് തമ്മിൽ ആ ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിളായിട്ട് ജോയിൻ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിക് എയിം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സിൻ്റെ അവരുടെ ഈ കുറേ ഓഡിറ്റേഴ്സ് ചേരുമ്പോൾ അവരുടെ നോളജും കാര്യങ്ങളൊക്കെ ഒരൊറ്റ ഓഡിറ്റിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്പിൾ അവരുടെ റിസോഴ്സസൊക്കെ കൂടിയിട്ട് ഒരൊറ്റ കാര്യത്തിൽ ഒരൊറ്റ ഓഡിറ്റിൽ ചേരുമ്പോൾ അതെന്താവും എഫക്റ്റീവ് ആവും ആ ഓഡിറ്റ്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി ഒക്കെ എന്തിൽ കാണാൻ പറ്റും, ആ ഓഡിറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഓഡിറ്റ് ലെസ്സർ എമൗണ്ട് ഓഫ് ടൈമിൽ അത് നടക്കും. അപ്പോൾ അത് ആ ഒരു എയിമാണ് എന്തെന്ന് പറയുന്നത്, ജോയിൻ്റ് ഓഡിറ്റിൻ്റെ എയിം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു കൂട്ടം ഓഡിറ്റേഴ്സ് കൂടിയിട്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് എഫിഷ്യൻസിയിലും ലെസ്സർ എമൗണ്ട് ഓഫ് ടൈമിലും ആ ഓഡിറ്റ് തീരും. അപ്പോൾ അതിനാണ് ജോയിൻ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ, വർക്ക് ലോഡ് കുറയും. എന്ന് വെച്ചാൽ അത്രയും ഓഡിറ്റേഴ്സ് കൂടിയിട്ട് ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് കൂടി ചെയ്യുന്നതാണല്ലോ ജോയിൻ്റ് ഓഡിറ്റ്. അപ്പോൾ അതുകൊണ്ട് വർക്ക് ലോഡ് കുറയും. പെട്ടെന്ന് ടൈംലി കംപ്ലീഷൻ ഓഫ് വർക്ക് നടക്കും. പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഓരോ ഓഡിറ്റേഴ്സും ഓരോരുത്തരും ഇതിലും എക്സ്പെർട്ടൈസ് ആയിരിക്കും. അപ്പോൾ കുറേ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഓഡിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പ്രോബ്ലംസൊക്കെ ആ പ്രോസസ്സിൻ്റെ ഇടയിൽ ഓഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ വരികയാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് സോൾവ് ആയിട്ട് മാറുമെന്ന് പറയുന്നത്. പിന്നെ ഓഡിറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ ഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വർക്ക് നടക്കും, സ്പീഡ് ഓഫ് ദി വർക്ക് കൂടും എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റിയും കൂടും ഹെൽത്തി കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഡിഫറെൻറ്റ് ഓഡിറ്റേഴ്സ് സെയിം ടൈമിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ, ഒരു ഓഡിറ്റിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള നോളജും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള നോളജ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റർക്ക് അറിയില്ലെങ്കിലും മറ്റു ഓഡിറ്ററുടെ ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പലതരത്തിലുള്ള നോളജും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ആ ഓഡിറ്റ് അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ അതാണ് ജോയിൻ്റ് ഓഡിറ്റിൻ്റെ ബെനിഫിറ്റുകൾ പറയുന്നത്. 6ഓളം ബെനിഫിറ്റുകളാണ് പറയുന്നത്. ഒന്ന്, വർക്ക് ലോഡ് കുറയും, ടൈമിൽ കംപ്ലീഷൻ ഓഫ് വർക്ക് നടക്കും, ഓഡിറ്റേഴ്സിൻ്റെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ സോൾവ് ആയിട്ട് പോകും. പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും, ഓഡിറ്റ് വർക്കിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഓഡിറ്റ് ക്വാളിറ്റിയിലും സ്പീഡ് കൂടുകയും ചെയ്യും. പിന്നെ എക്സ്റ്റെൻസീവ് നോളജ് കിട്ടുകയും ചെയ്യും. പിന്നെ അടുത്തതാണ് ലിമിറ്റേഷൻസ്. ജോയിൻ്റ് ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. കുറവ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരാളല്ലല്ലോ, ഒരു ഓഡിറ്റർ അല്ലല്ലോ ചെയ്യുന്നത്, ജോയിൻ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അവരുടെ ഇടയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ജോയിൻ്റ് ഓഡിറ്റ് ആയതുകൊണ്ട് കുറേ ഓഡിറ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് സ്മോൾ എൻറ്റിറ്റിക്കൊന്നും ചിലപ്പോൾ ഇത് പറ്റിയെന്ന് വരില്ല, സ്യൂട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ബർഡന് കൂടാനുള്ള ചാൻസ് ഉണ്ടാകും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ. അപ്പോൾ സ്മോൾ എൻറ്റിറ്റിക്ക് ചിലപ്പോൾ പറ്റില്ല, ജോയിൻ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ലാക്ക് ഓഫ് കോർഡിനേഷൻ എമംഗ് ദി ഓഡിറ്റേഴ്സ് മേ സ്ലോ ദി സ്പീഡ് ഡൗൺ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ കോർഡിനേഷൻ കുറേ ഓഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ കോർഡിനേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ അവരുടെ ആ ഓഡിറ്റിൻ്റെ വർക്കിൻ്റെ സ്പീഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അൺസർട്ടനിറ്റി അബൌട്ട് ദ ലയബിലിറ്റി ഓഫ് എനി വർക്ക് എന്ന് വെച്ചാൽ ലയബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യത. അപ്പോൾ ഓരോ ഓഡിറ്റേഴ്സിനും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലൊരു സർട്ടനിറ്റി ഇല്ലാതെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഒരു വർക്കാണെങ്കിൽ അത് മറ്റാൾ ചെയ്യും, ഇത് ഇവർ ചെയ്യും, എ ചെയ്യും, ഇത് ബി ചെയ്തോളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി അവിടെ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, ഏരിയാസ് ഓഫ് കോമൺ കൺസേൺ മേ ബി നെഗ്ലക്റ്റഡ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ കോമൺ ആയിട്ട് ഒരു 5 ഓഡിറ്റർ ഉണ്ടെങ്കിൽ 5 ഓഡിറ്റർക്കും അതിൽ ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ 5 പേരും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് ഒഴിവാക്കി കളയും. അപ്പോൾ അങ്ങനത്തെ കോമൺ ഏരിയാസ് ഉണ്ടാകുമ്പോൾ, കൺസേൺ ഉള്ള കോമൺ ഏരിയാസ് ഉണ്ടാകുമ്പോൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് പോകും. പിന്നെ ഇത് ഓഡിറ്റേഴ്സ് ഹാവ് ടു ഷെയർ ദ ഫീസ് എന്ന് വെച്ചാൽ ഒരാളായിട്ടാണ് ചെയ്യണമെങ്കിൽ അത് കിട്ടുന്ന ഫീസ് ഒരാൾക്കായിരിക്കും. പക്ഷേ ഇത് മൾട്ടിപ്പിൾ ഓഡിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഫീസ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസിൽ പറയുന്നത്.